സിറാത്ത് പാലം വല്ലാത്തൊരു പാലമാണ്. 15,000 കൊല്ലത്തെ വഴി ദൂരമാണ്. ജംഅ ഖസ്റിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് അടിസ്ഥാനപ്പെടുത്തി കാൽക്കുലേറ്റ് ചെയ്യുമ്പോ 70,62,30,000 കിലോമീറ്റർ ഇവിടെ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ 4.5 ഇരട്ടി നീളമുള്ള പാലമാണ് സിറാത്ത് പാലം. മുഅ്മിനേ, കടക്കാനുള്ള കാലില്ല അല്ലാഹ് മഗ്ഫിറത്ത് കൊണ്ടൊന്ന് കഴുകി ശുദ്ധിയാക്കണം അല്ലാഹ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, അതൊരു പാലമാണ്. ആ പാലത്തിന്റെ കഥ കേട്ടുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് 40 ദിവസത്തോളം അവിടുന്ന് ബോധരഹിതനായിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു തെങ്ങിൽ നിന്ന് മറു തെങ്ങിലേക്ക് ഒരു കയറ് കെട്ടിയാൽ നടക്കുമോ സഹോദര? സർക്കസുകാരൊരു പക്ഷേ വടിവെലങ്ങിന് പിടിച്ചുകൊണ്ട് സാഹസികമായി നടന്നിരിക്കാം. നമുക്ക് നടക്കാൻ കഴിയുമോ? എന്നാൽ സിറാത്ത് പാലത്തിന്റെ താഴെ 7 തട്ടുകളാ. ജഹന്നം എന്നൊരു തട്ടുണ്ട്, ലളാ എന്നൊരു തട്ടുണ്ട്, ഹവിയ എന്നൊരു തട്ടുണ്ട്, സഈർ എന്നൊരു തട്ടുണ്ട്, ഉത്തമാ എന്നൊരു തട്ടുണ്ട്, സഖർ എന്നൊരു തട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ തട്ടുകളാ. ഓരോ തട്ടിന്റെ ഇടയിലോ 70 വർഷമാ. അതേ പാലത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴോട്ടിട്ടാൽ ഏറ്റവും മുകളിലുള്ള തട്ടിലേക്ക് എത്തണമെങ്കിൽ 70 കൊല്ലമാ. അങ്ങനെ 70 കൊല്ലം വീതമുള്ള 7 തട്ടുകളാണെങ്കിൽ പാലം കടക്കണ്ടേ മുഅ്മിനേ? ആ പാലം കടക്കാൻ നമ്മെ സഹായിക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരില്ല, നാട്ടിലെ ഫുട്ബോൾ താരങ്ങളില്ല, ഈ നാട്ടിലെ സ്വാധീനമുള്ളവരില്ല. അവിടെ നമ്മെ ഹെൽപ്പ് ചെയ്തൊന്ന് ആശ്വസിപ്പിക്കാൻ അവിടെയുള്ളത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അസാദിഖുൽ മസ്തൂഖ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പാലത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ഒരാൾ അക്കരെ പറ്റിയാൽ ഇതിന്റെ ഭയാനകത കാരണോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ 25,000 കൊല്ലം കഴിഞ്ഞേ നോക്കാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഒരാൾ നിരങ്ങി 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 വരുന്നുണ്ട്. അല്ലാ, ആ ഒരു വ്യക്തിയെങ്കിലും എന്നെ ആക്കണം എന്ന് ഫുളൈൽ തങ്ങൾ ദ്വാരന്ന് പോയി. ഇനി നമുക്കെന്ത് ദുആ ബാക്കിയുണ്ട് മുഅ്മിനേ? അതുകൊണ്ട് അവരെയൊക്കെയൊന്ന് മഹബ്ബത്ത് വെച്ചോ, അഖില ബൈത്തിനെ സ്നേഹിച്ചോ, ജീവിതം അല്ലാഹുവിന് വേണ്ടിയാക്കിക്കോ. ഈ വഅദ് കേൾക്കുന്ന മുഅ്മിനേ, ഒരൊറ്റ നിസ്കാരം കൈയൊഴിക്കണ്ട. 1440 മിനിറ്റാണ് 24 മണിക്കൂറിൽ അല്ലാഹ് നമുക്ക് നൽകിയതെങ്കിൽ 5 മിനിറ്റ് നമുക്ക് വെള്ളം നൽകുന്ന, ആഹാരം നൽകുന്ന, അതേ വായു നൽകുന്ന അല്ലാഹ്. ഓ മുഅ്മിനേ, ഒരു ഓക്സിജൻ സിലിണ്ടറിൽ ശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ 8 മണിക്കൂർ ശ്വസിക്കാൻ മുഅ്മിനേ ടാക്സ് ഇല്ലാതെ 700 രൂപയായിരുന്നു. അഥവാ ഒരു ദിവസം നമ്മള് 2100 രൂപയുടെ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ 63,000 രൂപക്കുള്ള ഓക്സിജന് ബില്ല് കെട്ടാറുണ്ടോ? ഒരു കുപ്പി വെള്ളം ഇന്ന് വാങ്ങിയത് 20 രൂപക്കാണെങ്കിൽ ഒരു ദിവസം 1000 ലിറ്റർ ഇല്ലേ മുഅ്മിനേ?
അതിന്റെ മൂല്യം കണക്കാക്കുമ്പോ 20,000 രൂപയുടെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ആഹാരം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു തരുന്ന അല്ലാഹ്, കാരുണ്യക്കടലായ അല്ലാഹ്, ആ അല്ലാഹുവിനെ ധിക്കരിച്ച് പല തെറ്റ് ചെയ്താലോ, യാ ഇബാദി, എന്റെ അടിമകളെ, ലാ തഖ്നതു, നിരാശരാവരുത്, മിർ റഹ്മത്തില്ലാഹ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, തെറ്റ് ഒരുപാട് ചെയ്ത് ഓവറായി തെറ്റ് ചെയ്ത ആളുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയണ്ട എന്ന് റബ്ബ് തആല നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് സ്നേഹനിധിയല്ലയോ, റഊഫല്ലയോ, റഹീമല്ലയോ? ആ റബ്ബ് കാണുന്നില്ലയോ? അതുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കണ്ട, ഒരാളെയും ചീത്ത പറയണ്ട, ആരെയും കുറ്റം പറയാൻ അല്ലാഹ് നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട, തങ്ങന്മാരെ പാർട്ടി നോക്കി വിലയിരുത്തണ്ട, എല്ലാവരെയും സ്നേഹിക്കുക, വിശ്വാസികൾ മാനസിക പൊരുത്തമുള്ളവരാവുക. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മഹാനരായ ഇബ്നു മസ്ഊദ് തങ്ങള് അവിടുന്ന് ഒരു ദിവസം വെള്ളിയാഴ്ച ക്ലാസ് എടുക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, മൻകാനത് ഫീ ഖൽബിഹി ശഹന, ഏതെങ്കിലും ഒരു വിശ്വാസിയോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഫൽയഖും ഫർജിഅ്, അവരിവിടെ നിൽക്കാൻ പാടില്ല, അവര് മടങ്ങി പോവണോ. കാരണം ഒരാളോട് പിണങ്ങി നിന്നാൽ ഓല ദുആ ഖബൂലാക്കൂല, ഓല ദുആ സ്വീകരിക്കൂല, അല്ലാഹ് അവരെ പരിഗണിക്കൂല. ഓ മുഅ്മിനേ, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോടെങ്കിലും പിണങ്ങിയതിന്റെ പേരിൽ ഇന്നേ വരെ ഒരാളും നേടിയിട്ടില്ല. സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ഘാതകന് മാപ്പ് കൊടുത്ത മഹാനരായ അഹ്നഫ് ഇബ്നു ഖൈസ് തങ്ങളുടെ ചരിത്രം പറയുന്നവരാ നമ്മള്. സ്വന്തം വധത്തിന്റെ പിന്നിൽ, മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് വഴിച്ചെലവിനുള്ള ക്യാഷ് കൊടുത്ത ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഖുതുബയിൽ നടപ്പാക്കിയ പരിഷ്കാരം എന്ന ആ നിലയിലുള്ള ആയത്ത് നമ്മൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് ഒരാളോടും വിദ്വേഷം വേണ്ട, ഒരാളോടും വെറുപ്പ് വേണ്ട. ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയോ റഹ്മാനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുക. ഓ മുഅ്മിനേ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കാനുള്ളവരാ. ഞാൻ സൂചിപ്പിച്ചില്ലയോ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് മരണപ്പെട്ടവര്, ഇന്നലെ മരണപ്പെട്ടവര്, കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടവര്, ഒരുപാട് ആളുകൾ അറ്റാക്കായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റബ്ബ് തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ എത്രയോ കൂട്ടുകാര് മരണപ്പെട്ടു. അതുപോലെ ഈ പ്രദേശത്തുള്ള എത്ര ആളുകൾ ഖബറിലാണ്. ഞാൻ ഓർക്കുകയാണ്, പ്രിയപ്പെട്ടൊരു കൂട്ടുകാരൻ ശുക്കൂർ എന്ന് പറയുന്നൊരു സഹോദരൻ ഈ നാട്ടുകാരനായി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഓ മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട പിതാവ്, എനിക്ക് ദർസ് പഠിപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ്. അതുപോലെ ഒരുപാട് ആളുകള് അലിഫും ബാവും പഠിപ്പിച്ചു തന്ന മൈദീൻകുട്ടി മുസ്ലിയാർ എന്ന പണ്ഡിതൻ ഖബറിലാണ്. അല്ലാഹു അവിടത്തേക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ചെറുശോൽ ഉസ്താദ്, അതുപോലെയുള്ള ഉസ്താദുമാര് വിട പറഞ്ഞവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്, സ്വീകരിക്കണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ